കഴിയുന്ന പോലെയൊക്കെ അള്ളാഹുവിന് വഴിപ്പെട്ടും കീഴ്പ്പെട്ടും ജീവിക്കുന്ന ഒരു സൂക്ഷ്മതയുള്ള ഒരു മുസ്ലിമാണല്ലോ ഞാൻ, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് പ്രതിസന്ധികൾ വരുന്നു എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, ഏറ്റവും ഉത്തമനായ മനുഷ്യരിൽ തന്നെ ഏറ്റവും ഉത്തമനായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ പ്രതിസന്ധികളിൽ നിന്നിട്ടുണ്ടെന്നതാണ് വസ്തുത. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിലെ 30-ാമത്തെ വചനമാണ് ഞാൻ ഓതി വെച്ചത്. ഒന്ന് ശരിക്കും അർത്ഥം വെച്ച് നോക്കിയാൽ തന്നെ വേറെ ചരിത്രങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം മക്കത്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി അനുവദിച്ചുകൂടാന്ന് തന്നെയാണ്. ഇനി അനുവദിച്ചുകൂടാ. ഇനി എന്തായാലും ഈ പ്രവാചകന്റെ മുന്നോട്ട് പോക്കിനെ തടഞ്ഞേ പറ്റും. അതിനവർ അതിഗൂഢമായിട്ടുള്ളൊരു ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചനയെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിൽ പറയുന്നത്. അത് വളരെ ശക്തമായിരുന്നു. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്കെതിരെ ഒരു പക്ഷേ നടപടികൾ വന്നേക്കും. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് എല്ലാ ഗോത്രങ്ങളിൽ നിന്നുമുള്ള ഓരോ യുവാക്കളെ സംഘടിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകവരുത്താനാണ് തീരുമാനം. അതുമാത്രമല്ല, പ്രവാചകന്റെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാം ആലോചിക്കണം, ഒരു ജീവിതത്തിൽ വരാവുന്നതിൽ വെച്ച് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി എന്താണ്? പുറത്ത് കണ്ടാൽ തലയെടുക്കാൻ വേണ്ടി നാട്ടുകാരെല്ലാവരും കൂടെ ഇറങ്ങിത്തിരിച്ച ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അള്ളാഹു പറയുന്നത്, സത്യനിഷേധികൾ നിന്നോട് ഒരു കുതന്ത്രം പ്രയോഗിച്ച സന്ദർഭം. എന്തൊക്കെയാണ് അവർ ആലോചിച്ചത്? ആ ഗൂഢാലോചനകളിൽ അവർ ആലോചിച്ച കാര്യങ്ങളാണ്. നിന്നെ ബന്ധനസ്ഥനാക്കാൻ, നിന്നെ കെട്ടിയിടാൻ, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയാൻ, അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കാനാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, അവർ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. തന്ത്രം പ്രയോഗിക്കുന്നതിൽ ഏറ്റവും വലിയ തന്ത്രം ആരതാണ്? അള്ളാഹുവിൻ്റെതാണല്ലോ. അതുകൊണ്ട് ആ തന്ത്രമാണ് വിജയിച്ചത് എന്നാണ്. ആ സന്ദർഭങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങണ ആ ഒരു വീടിന് ചുറ്റും അവർ ചുറ്റി നിൽക്കുകയാണ്. എപ്പോൾ പുറത്തിറങ്ങുന്നു അപ്പോൾ വകവരുത്താൻ. അതിൻ്റെ ഉള്ളിലുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൊച്ചു വീട്ടിലുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹു കിടത്തിയിട്ട് ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞ് അതെല്ലാവരുടെയും കണ്ണുകളിലായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങിയത് അവരറിഞ്ഞത് പോലുമില്ല. അള്ളാഹു എത്ര തന്ത്രപരമായിട്ടാണ് പുറത്തിറക്കിയത്. ഇനി പുറത്ത് പോയിട്ട് മദീനയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേന്ദ്രീകരിക്കുന്നത് സൗർ ഗുഹയിലാണ്. സൗർ ഗുഹ എന്നൊക്കെ പറഞ്ഞാൽ, ഒരു ഗുഹ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സങ്കല്പം അതൊന്നുമില്ല സുഹൃത്തുക്കളെ. ഒരാൾക്ക് തന്നെ കഷ്ടി നിൽക്കാവുന്ന ഒരു സ്ഥലം. അതിന് പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ ഉള്ളിലേക്ക് കാണും. ഓക്കെ, വാളുമായി തലയെടുക്കാൻ ആളുകൾ തലങ്ങും വിലങ്ങും നടന്നു നീങ്ങുന്നത് ആ ഗുഹയിൽ നിന്ന് കാണാം. ഏതെങ്കിലും ഒരാൾ ഒന്ന് തൻ്റെ കാൽച്ചുവട്ടിലേക്ക് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണും. അതൊക്കെ ഒരു സന്ദർഭം, വല്ലാത്തൊരു സന്ദർഭമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിക്കുന്ന സന്ദർഭമെന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. എപ്പോ? ഇത് അഖ്റജഹുല്ലദീന കഫറു സാനിയത്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിലാകുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭയം എന്തായാലും തൻ്റെ ജീവനെക്കുറിച്ചല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവനെക്കുറിച്ചാണ് ഭയം. എന്തായാലും ശത്രുക്കൾ കൊന്നുകളയാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ മുന്നിൽ നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് യഖൂലു സാഹിബി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ദുഃഖിക്കണ്ട, അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ രണ്ടാളുണ്ടെങ്കിൽ മൂന്നാമനായി അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് അള്ളാഹ് ഇറക്കി കൊടുത്തു. ആ സന്ദർഭത്തിൽ അള്ളാഹു മനസ്സിലേക്ക് സമാധാനത്തെ ഫഅൻസലല്ലാഹു സക്കീനത്തഹു അലൈഹി ഇറക്കി കൊടുത്തു. മാത്രമല്ല വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, കാണാത്ത ഒരു സൈന്യത്തെ കൊണ്ട് അള്ളാഹു ശക്തിപ്പെടുത്തുകയും ചെയ്തു. എല്ലാ പിന്തുണകളും കൊടുത്ത് അള്ളാഹു സംരക്ഷിച്ചു. അതായത് കൊല്ലപ്പെടാനും എല്ലാറ്റിനുമുള്ള സാഹചര്യങ്ങൾ നിലയ്ക്ക് ഒന്നും സംഭവിക്കാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എന്ത് ചെയ്തു? സംരക്ഷിക്കുകയാണ് ഉണ്ടായത്. സഹോദരങ്ങളെ, നാം ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാം നഷ്ടപ്പെടുന്നു, ജീവൻ നഷ്ടപ്പെടുന്ന സന്ദർഭം, ഇസ്ലാമിന് വേണ്ടി എൻ്റെ കുടുംബങ്ങളെ മുഴുവൻ നഷ്ടപ്പെടുന്ന സന്ദർഭം. മാത്രമല്ല, മക്കയിൽ നിന്ന് പോകുന്ന സമയത്ത്
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയോട് പറയുന്നുണ്ട്, വല്ലാഹി ഇന്നക്കി ലഖൈറു അർളില്ലാ വഅഹബ്ബു അർളില്ലാഹി ഇലയ്യ. ഭൂമിയിലെ ഏറ്റവും ഉത്തമ സ്ഥലം, ഒരാൾ നിൽക്കുകയാണെങ്കിൽ നിൽക്കേണ്ട ഏറ്റവും നല്ല സ്ഥലം, മാത്രമല്ല വഅഹബ്ബു അർളില്ലാഹി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, വലൗല അന്ന അഹ്ലക്കി അഖ്റജൂനി, ഈ ഇവിടുത്തെ ആളുകൾ എന്താണ് എന്നെ പുറത്താക്കുന്നില്ലെങ്കിൽ മിനിക്ക് നിന്നിൽ നിന്നും മാ ഖറജ്തു, ഞാൻ ഇവിടുന്ന് പോകുമായിരുന്നില്ല എന്നാണ്. അപ്പം നാട്ടുകാർ പുറത്താക്കിയിട്ട് നിൽക്കാൻ ഒരു നിലക്കും പറ്റാഞ്ഞിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോകുന്നത്. സഹോദരങ്ങളെ, നാം ആലോചിക്കണം, ആ നാട്ടിൽ നിന്ന് ആ കോലത്തിൽ പുറത്താക്കിയിട്ട് ആ ഹിജറയിൽ നിന്ന് മദീനത്ത് പോയി പൂർവാധികം ശക്തിയോടുകൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നുണ്ട്. തീർച്ചയായും എന്തിനാണോ അവർ പുറത്താക്കിയത് അതിൻ്റെ നേരെ വിപരീതം ആ യാത്ര കൊണ്ട് അള്ളാഹു സംഭവിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട സമയം. സുഹൃത്തുക്കളെ, എന്തൊരു പ്രതിസന്ധിയാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ നമുക്കെല്ലാം വന്നത്. നാം ആലോചിക്കും, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ എന്തൊരു പ്രതിസന്ധിയാണ് നമുക്കെല്ലാവർക്കും വന്നത്. ഒരു മിനിമം തൗഹീദ് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. ഈ മഹാത്മാക്കളെയും പുണ്യാത്മാക്കളെയും ആൾക്കാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശരിയല്ല, ഈ ഏലസും ഉറുക്കൊന്നും ശരിയല്ല, നമ്മുടെ ഏകദൈവ വിശ്വാസം നമ്മൾ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു. ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന മിക്കവാറും ആചാരങ്ങളെല്ലാം അനാചാരങ്ങളാണ്, അതിന് ദീനുമായിട്ടൊരു ബന്ധവുമില്ല, അതൊക്കെ നാട്ടിൽ പിന്നീടുണ്ടായതാണ്, സ്വഹാബത്തിൻ്റെ ജീവിതത്തിലില്ല എന്നൊക്കെ മനസ്സിലായി. പക്ഷേ സുഹൃത്തുക്കൾ, നമ്മളിങ്ങനെ നോക്കുമ്പോൾ 500 വീടുള്ള ഒരു വിശാലമായ മഹല്ല് കമ്മിറ്റിയിലെ ഒരു വീടാണ് നമ്മുടേത്. അവിടെ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ആത്മധൈര്യമുണ്ടോ നമുക്ക്? അവിടുത്തെ എല്ലാ അന്ധവിശ്വാസങ്ങളും കൂടിയാടി അതിന് പണം കൊടുത്ത് ഞാൻ അതിൻ്റെ ആളല്ലെന്ന് എപ്പോഴെങ്കിലും തെറ്റിദ്ധരിച്ച് പോകാതിരിക്കാൻ എല്ലാ നിലക്കും അഭിനയിച്ച് ജീവിക്കുന്ന എത്ര ആൾക്കാരാണ് നമ്മുടെ നാട്ടിലൊക്കെ. എന്ത് ത്യാഗമാണ് സുഹൃത്തുക്കളെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ മാതൃകയെ പിൻപറ്റുമ്പോൾ എന്താ, ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി നമ്മൾ ആ വീട് തൽക്കാലം പൂട്ടിയിട്ട് വാടകയ്ക്ക് പോകേണ്ടി വന്നാൽ ആ മാതൃകയല്ലേ നമ്മളിവിടെ കാണുന്നത്. ഹിജ്റ എന്നൊന്നും പറയേണ്ട സുഹൃത്തുക്കളെ, വീട്ടിൽ കയറ്റൂല കേട്ടത്. നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിന്നെ ഞാൻ വീട്ടിൽ കയറ്റൂല, നീ എൻ്റെ മകനല്ല എന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ട എത്ര ആളുകളുടെ സുഹൃത്തുക്കളെ. ഇത് ഏത് കാലത്തും ഇത് സംഭവിക്കുന്നതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മാത്രമൊന്നുമല്ല, ഇസ്ലാമിൻ്റെ ശരിയായ ആദർശവുമായി നിലകൊള്ളുന്നവർക്ക് ഏത് ജീവിതത്തിലും അങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മളൊക്കെ അങ്ങനെ സ്വൈരായി ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്താ അറിയൂ, ഒക്കെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ സ്വൈരായിട്ട് പോണത്. ശരിക്കുള്ള ഒരു നിലപാടെടുത്ത് നമ്മുടെ ആദർശം ഉൾക്കൊണ്ട് ഇങ്ങനെ സ്വകാര്യമായി ജീവിച്ചാൽ പോരാ, അത് മറ്റുള്ളവരോട് പറയുന്ന ഒരവസ്ഥ നിലനിന്നാൽ തീർച്ചയായും എന്ത് ചെയ്യേണ്ടിയിരുന്നിട്ട് പോകേണ്ടി വരും. ഹിജ്റ പോകണ്ട, അവിടുന്ന് പോകണ്ട എന്നുള്ള നിലക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇളവ് കൊടുത്തില്ല. പക്ഷെ എന്താ അവസാന നിമിഷങ്ങളിൽ എന്താ സംഭവിച്ചത്? അദ്ദേഹം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്താൽ അതിൻ്റെ ശബ്ദം കേട്ടാൽ, ആശയം കേട്ടാൽ ആൾക്കാരൊക്കെ മാറും. അതുകൊണ്ട് നിർത്തിക്കൂടാന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ എത്ര നല്ലവരായി നിന്നാലും എത്ര ജനങ്ങൾക്ക് അനുകൂലമായി നിന്നാലും എന്താ അറിയൂ, ആദർശവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പുറത്തു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. അപ്പം ആ സന്ദർഭത്തിൽ കുടുംബത്തെക്കാളും നാടിനേക്കാളും വീടിനേക്കാളും എല്ലാം എനിക്കിഷ്ടപ്പെട്ടത് അള്ളാഹുവാണെന്ന ഒരു നിലപാട് ജീവിതത്തിൽ സ്വീകരിക്കുക എന്ന വലിയൊരു സന്ദേശം യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ നമുക്ക് ഈ ഹിജ്റ നൽകുന്നുണ്ട്. മാത്രവുമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയെക്കുറിച്ച് പറയുമ്പോൾ കുറേ പാഠങ്ങളുണ്ട്, എത്രയോ കാര്യങ്ങളുണ്ട്. ഈ യാത്ര പോണ സമയത്ത് ആ യാത്രക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നുണ്ട്. പടച്ചോൻ അനുമതി കൊടുത്തു പോകുന്നൊരു യാത്രക്ക് അള്ളാഹിൻ്റെ സംരക്ഷണം ഉണ്ടാവില്ല. പക്ഷേ ഏറ്റവും നന്നായി മദീനയിലേക്ക് സാധാരണ പോകുന്ന വഴിയല്ലാത്ത മറ്റൊരു വഴി അറിയുന്ന ഖിബ്റത്തുള്ള പരിചയമുള്ള ഒരാളെ കണ്ടെത്തുന്നുണ്ട്. യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്. യാത്ര അതീവ രഹസ്യമാകാൻ, ആരും അറിയാതെ യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയെല്ലാം ശത്രുക്കളെ അതിജീവിച്ചു കൊണ്ട് പോകാൻ പറ്റുമോ ആ ഒരുക്കങ്ങളൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നുണ്ട്. എന്തിനാണ് നടത്തുന്നത്? നമ്മൾ അങ്ങനെ പല ആളുകളും പറയും, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കണില്ല, ഇത് പരിഹരിക്കണില്ല എന്നിങ്ങനെ പറയും. എന്താ പരിഹരിക്കപ്പെടാതിരിക്കാൻ കാരണം? പരിഹാരത്തിന് നമ്മുടെ ഭാഗം നിർവഹിക്കണം. പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യണം. എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാതെ ജീവിക്കുന്നുണ്ട്. തൊഴിൽ ഇവിടെ പണിയില്ലാണ്ട സുഹൃത്തുക്കളെ, പണിയില്ലാഞ്ഞിട്ടല്ല, നമ്മൾ വിചാരിച്ചൊരു പണി പ്രാർത്ഥിച്ച് നേടുമ്പോഴേ നമ്മൾ ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ്. ജീവിതത്തിൽ എല്ലാറ്റിനും മുന്നിൽ അവസരങ്ങളുണ്ട്.
എല്ലാറ്റിൻ്റെ പിന്നിലും കാര്യങ്ങൾ നമ്മുടെ ഭാഗം നമ്മൾ നിർവഹിക്കണം. പിന്നെ നട്ടെല്ല് മുറിഞ്ഞ് അല്ലെങ്കിൽ തലയോട്ടി പൊട്ടി അപകടം പറ്റി വീട്ടിൽ കിടക്കുമ്പോൾ മടന്ന് കിടന്ന് ആലോചിക്കുന്നത് എന്താ, എനിക്ക് വല്ല ശ്രദ്ധക്കുറവുണ്ടോയെന്നാണ്. നമ്മുടെ ശ്രദ്ധ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട ചില കാവലുകളുണ്ട്. ആ കാവലുകൾ നമ്മൾ നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ വാക്കുകൾ അർത്ഥവത്താകുന്നതെന്നാണ്. മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ എന്തെല്ലാം സംരക്ഷണം. സുറാക്ക എവിടെ വരെ എത്തി സുഹൃത്തുക്കളെ? വാള് പ്രവാചകന്റെ കഴുത്തിൽ തൊടാവുന്നിടത്തോളം എത്തി അല്ലേ? എല്ലാ സംരക്ഷണങ്ങളും പാലിച്ചിട്ടും മദീനയിലേക്ക് അടുക്കും മുമ്പ് എന്ത് ചെയ്തു? ശത്രു വാളുമായി തൊട്ട് പിറകിലെത്തി. പടച്ചുണ്ടാവും അവിടെ അല്ലേ? തൊടാൻ കഴിഞ്ഞില്ലല്ലോ, തൊടാൻ കഴിഞ്ഞില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർന്ന് വരാൻ പറ്റിയില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും, പക്ഷെ നമ്മുടെ വാക്കുകൾ നമ്മൾ നിർവഹിക്കണം. എന്താണ് അള്ളാഹു സംരക്ഷണം കൊടുക്കുന്നത്? യഹ്ഫദില്ലാഹ യഹ്ഫദുക. ജീവിതത്തിൽ എവിടെ നമ്മളെ കൂടെ അള്ള നിൽക്കണമെങ്കിലും നമ്മൾ അള്ളാഹിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരെ അള്ളാഹു സംരക്ഷിക്കും, യാതൊരു സംശയമല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. സുഹൃത്തുക്കളെ, ഹിജ്റയുടെ ചരിത്രം വായിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയിട്ട് ഒരാൾ ഒരു നാട്ടിൽ ചെന്നാൽ എന്താ അന്വേഷിക്കുക? നമുക്കവിടെ ജീവിക്കണമല്ലോ. എന്താ അന്വേഷിക്കുക? അന്വേഷിക്കുന്നത് ഒരു പള്ളിയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പോണ സമയത്തിൻ്റെ ഒരു പള്ളി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തോടു കൂടെയും അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കത്തോടു കൂടെയും പണവും കയ്യിലായിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാവുന്നത്. ഒരു വിശ്വാസിക്ക് നിങ്ങൾ നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ എന്താ അറിയും, നമ്മൾ വെള്ളമുണ്ടോ റോഡുണ്ടോ എല്ലാ കാര്യം അന്വേഷിക്കും. 5 വക്തിന് ജമാഅത്തിന് പോകാൻ ഒരു ഇടമുണ്ടോ ഈ വീട് വെക്കുന്നിടത്ത് എന്ന് എത്ര ആളുകൾ പരിഗണിക്കാറുണ്ട്. അതൊരു മസ്ജിദ് ഖുബ, ഇന്നും നമ്മൾ അവിടെ പോയാൽ എന്താണ്, ഒരു ഉംറ ചെയ്ത പ്രതിഫലം കിട്ടും വീട്ടിൽ നിന്ന് ഒതിർത്തോടെ നിസ്കരിച്ചാൽ. ചരിത്ര പ്രാധാന്യമുണ്ട്. മസ്ജിദുൻ നബവി നമുക്കറിയാം എത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് സുഹൃത്തുക്കളെ. കാരണം പള്ളി എന്നുള്ളത് ഒരു വിശ്വാസിയുടെയും മുസ്ലിം സമൂഹത്തിൻ്റെയും ഏറ്റവും നിർണായകമായ ഒരു കേന്ദ്രമാണ്. അതായത് അള്ളാഹു നമുക്ക് മനസ്സിനൊരു സമാധാനം, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ. അള്ളാഹുവിൻ്റെ സ്മരണ, അതിനുള്ള കേന്ദ്രമാണ് പള്ളി. സമാധാനം കിട്ടും സുഹൃത്തുക്കളെ. നമ്മളൊക്കെ വെറുതെ ബേജാറായി നടക്കുകയാണ്. ഈ കുറച്ച് നേരം പള്ളിയിൽ പോയി ആ ജമാഅത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് സമയം ജമാഅത്തൊക്കെ ഒന്ന് കാത്തിരുന്ന് സുബഹിക്ക് ശേഷം ഒരു അരമണി, അതുകൊണ്ടൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസിക മാറ്റം വാക്കുകൾക്ക് അതീതമാണ്. അത് അള്ള നമുക്ക് നിശ്ചയിച്ചു വന്ന ഒരു കാര്യമാണ്. മനസ്സമാധാനം കിട്ടാനുള്ള ഒരു കേന്ദ്രമായിട്ട് അള്ള പള്ളിയെ വെച്ചു. അതിപ്പോൾ എന്നാൽ പള്ളി കയറിയപ്പോൾ നമുക്കത് കിട്ടി. നമ്മൾ എവിടെയൊക്കെ കയറി ഇറങ്ങിയിട്ടപ്പം ഇങ്ങോട്ട് വരുന്ന സുഹൃത്തുക്കളെ, പള്ളിക്ക് കയറി അള്ളാഹു മുഫ്തഹലി അബ്വാബ് റഹ്മത്തിക് എന്ന് പറഞ്ഞ് വലതുകാല് വെച്ച് കയറുമ്പോൾ മനസ്സു മാറി, മനസ്സിൻ്റെ ഭയങ്ങൾ പോയി, നിർഭയത്വമായി അവിടെ കുറച്ച് നേരം ഇരിക്കും, അത് കിട്ടും. ആ പള്ളി എല്ലാറ്റിൻ്റെയും കേന്ദ്രമാണ്. അവിടെ നിന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി പറഞ്ഞത്, ശിക്ഷകൾക്കുള്ള വിധി പറഞ്ഞത് അവിടെയാണ്. അവിടെയാണ് ആളുകളുടെ പരാതി കേട്ടത്. എത്രമാത്രം എന്നറിയും, ആ കൃഷിക്കാർ വരുമ്പോൾ ഈത്തപ്പഴക്കൊല കൊണ്ടുവരും, എന്നിട്ട് പള്ളീൻ്റെ ഒരു ഭാഗത്ത് കെട്ടിത്തൂക്കും. വിശക്കുന്നവന് പള്ളിയിൽ പോയാൽ അതൊന്ന് വടി കൊണ്ടടിച്ച് 1 or 2 ഈത്തപ്പഴം വീഴുമ്പോൾ അത് കഴിക്കും. വല്ലാതെ വിശക്കുമ്പോൾ പള്ളിക്ക് പോയാൽ ഒരു പരിഹാരം അവിടെ ഉണ്ടാവും. വേദനയുമായി ചെന്ന് പറഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകും. നമ്മുടെ പള്ളികൾ ആരാധനകളോടൊപ്പം എല്ലാറ്റിൻ്റെയും. അപ്പോൾ ഇസ്ലാം വളർന്നത് ആ പള്ളിയെ കേന്ദ്രീകരിച്ചാൽ. അതുകൊണ്ടാണ് ഇന്നും 2 റക്അത്ത് അവിടെ നിസ്കരിക്കുക. റൗളാറിന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ കുറിച്ചല്ല പറയണത്. നബി പിന്നെ വീടിൻ്റെയും മിമ്പറിയുടെ ഭാഗം അവിടെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിപ്പിച്ചു കൊടുത്തത്. ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തത്. ദീനാണ് സുഹൃത്തുക്കളെ ആ പൂവാടി, മതപരമായ അറിവാണ് ആ പൂന്തോട്ടം. അവിടുന്നാണ് അതിൻ്റെ മണമാണ്, അതിൻ്റെ ഗുണമാണ് ഇന്ന് ലോകത്ത് മുഴുവനും പ്രസരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ദീന് പഠിപ്പിക്കപ്പെടും. നമ്മൾ ദീന് പഠിക്കാൻ പള്ളിക്കൊക്കെ പോകലുണ്ടോ സുഹൃത്തുക്കളെ? വെറുതെ ഒരു ആത്മവിചിന്തനത്തിന് വേണ്ടി പറയാണ്. എല്ലാ മുസ്ലിങ്ങളും പള്ളിക്കൊക്കെ വരണം ദീന് പഠിക്കാൻ. അതാർക്കെങ്കിലും വേണ്ടിയുള്ളതല്ല, വെറും ജുമാ ഖുത്ബ മാത്രമല്ല സുഹൃത്തുക്കളെ. ദീൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടുന്ന പഠിക്കുക, അതിൻ്റെ അഹ്കാമുകളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ആഴ്ചക്ക് ഒരു അരമണിക്കൂർ ദീന് പഠിക്കാൻ വേണ്ടി പള്ളിക്കൊക്കെ പോകാൻ ഒരു നേരം. സ്വഹാബത്തിൽ ആർക്കെങ്കിലും പോകാൻ നേരം കിട്ടിയില്ലെങ്കിൽ പകരം ആളുകളെ ചുമതലപ്പെടുത്തിയിരുന്നു.
ആ പള്ളിയെ കേന്ദ്രീകരിച്ച് ദീന് പൂർത്തിയായി, ദീന് വളർന്നു, ദീന്റെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി. അതാണ് റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ആ പള്ളിക്ക് കുറച്ച് ആൾക്കാരുണ്ട്, കച്ചവടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും അശ്രദ്ധമാക്കാതെ അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്തുന്ന ചില ആളുകളുണ്ട് അവിടെ എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ പള്ളികളിൽ നമ്മൾ ഉണ്ടാകണം, നമ്മുടെ മക്കളുണ്ടാവണം, നമ്മൾ പോകുന്നത് കാണണം, എല്ലാ കാര്യങ്ങൾക്കും ഉള്ള കേന്ദ്രമായി മാറണം. അതുമാത്രമല്ല സുഹൃത്തുക്കളെ, ഒരു വലിയ സമൂഹ സൃഷ്ടി എങ്ങനെ സാധ്യത നിങ്ങൾ മക്കത്തുനിന്ന് വന്ന മുഹാജിരിങ്ങളും മദീനത്ത് അവരെ സ്വീകരിച്ച അവിടുത്തെ അൻസാറുകളും ഒന്നു ചേർന്നു. ലോകത്ത് ഒരിക്കലും തുല്യതയില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ ചരിത്രമാണ് ആ ഒത്തുചേരൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് പ്രവാചകനെ കാത്തിരുന്നതും അവർ വഴിയോരങ്ങളിൽ നിന്നതും എല്ലാം വലിയ സംഭവങ്ങളാണ്. അതൊരു വലിയ ആഘോഷമായിരുന്നു. അതിനുശേഷം എല്ലാം അവർ വീതിച്ചു കൊടുത്തു. സ്വന്തം വീടുകൾ, സ്വന്തം ഭവനങ്ങൾ, ഭാര്യമാരെ ത്വലാക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഇണകളാക്കി കൊടുക്കുന്ന എന്തെല്ലാം നൽകാനാകുമോ അതെല്ലാം നൽകി. ആ വിശ്വാസത്തിൻ്റെ പേരിലെ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹമാണ് ഇസ്ലാമിനെ വളർത്തുക. ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും ദീനിൻ്റെ പേരിൽ ചെയ്യാൻ കഴിയാത്തവരിൽ സുഹൃത്തുക്കളെ എന്ത് ഈമാനാണ് നിലനിൽക്കുന്നത്? എല്ലാ വാശിയും വീറും പോരും ഗ്രൂപ്പിസവും ഇതിനൊക്കെ ഇസ്ലാമിൽ എന്ത് സ്ഥാനമുള്ളത് സഹോദരങ്ങൾ? എത്രമാത്രം നമുക്ക് ഐക്യത്തോടെ നിൽക്കാൻ പറ്റൂ? അത് വിശ്വാസത്തിൽ വിട്ടുവീഴ്ചല്ലാതെ ദീൻ. അങ്ങനെയാണ് അവർ വളർത്തിയത്. മക്കയിൽ വന്ന മുഹാജിറുകളും മദീനയിൽ താമസക്കാരായ അൻസാറുകളും അവർ സ്നേഹത്തോടെ ഒന്നിച്ചു ചേർന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. ആ പ്രബോധനത്തിൽ കൂടെ നിന്നു, ബദറിലും ഉഹുദിലും പങ്കെടുത്തു. ആ സ്നേഹ സംഘമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിലേക്കും വിജയത്തിലേക്കും എത്തിച്ചത്. ഹിജ്റയുടെ ഏറ്റവും വലിയൊരു പാഠമാണ് സുഹൃത്തുക്കളത്. ഈ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന ഒരു മുഅ്മിൻ വിശ്വാസി എന്ന് പറഞ്ഞാൽ തന്നെ കൽബുനിയാൻ ഒരു കെട്ടിടം പോലെ, ഒരു കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ ഏതുപോലെ ഒരു കെട്ടിടത്തെ ശക്തിപ്പെടുത്തുന്നു അതുപോലെ ഒന്നിച്ചു നിന്ന് പോകേണ്ട ആളുകളാണ് വിശ്വാസികൾ എന്ന് നമുക്ക് പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് വലിയ പ്രതിഫലമാണ് മുഹാജിറുകൾക്ക് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? മുഹാജിർ ഹിജ്റ അത്രയും വലിയ ത്യാഗമാണ് എന്നതുകൊണ്ടാണ് അവർക്ക് അത്രയും വലിയ പ്രതിഫലം വ്യത്യസ്തമായ വചനങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു ത്യാഗത്തിൻ്റെ സന്ദേശമുണ്ട്. എല്ലാറ്റിനേക്കാളും വലുത് ഈ ദീനും ഇസ്ലാമുമാണ് എന്ന് ജീവിതത്തിൽ മരണത്തിനിടയ്ക്ക് തെളിയിക്കാൻ നമുക്ക് പറ്റണം. ഇസ്ലാമിക ആദർശം സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ എന്തു വന്നാലും അത് സഹിക്കുവാനുള്ള മനസ്സ് ഹിജ്റ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തവക്കുൽ, ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അനേകം രംഗങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലൂടെ കടന്നുപോയി ധാരാളം അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ഒരു യാത്രയാണ് ഹിജ്റ എന്ന യാത്ര. അതുകൊണ്ട് തന്നെ ത്യാഗത്തിൻ്റെ ആ ചരിത്രങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി പള്ളിയിൽ 5 വക്ത് ജമാഅത്തിനെത്താനെങ്കിലുമുള്ള ഒരു മനസ്സ് ഈ ത്യാഗ ചരിത്രങ്ങൾ നമ്മളെ കൊണ്ട് തരണം. സക്കാത്തെങ്കിലും, നിർബന്ധമായ സക്കാത്തെങ്കിലും നമ്മളിന്ന് മാറ്റിവെക്കാനുള്ള ഒരു ത്യാഗ മനസ്സ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ടുണ്ടാവണം. അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കുവാനും പ്രവാചക മാതൃകകളെ ശരിയായി പിൻപറ്റുവാനും പ്രവാചക ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, തിരക്ക് പിടിച്ചതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. നമ്മുടെ നിത്യവരുമാനങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ തന്നെ രാവും പകലെടുക്കാനുള്ള പണി നമ്മുടെ ഉപജീവനത്തിൽ തന്നെ വേണ്ടി വരും. അതോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, മറ്റു പല കാര്യങ്ങളിലും ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആളുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഉണ്ടെങ്കിലും സുഹൃത്തുക്കളെ, കുറച്ച് സമയമൊക്കെ നമ്മൾ ദീനിനു വേണ്ടി നീക്കി വെക്കണം. അതാണ് നമുക്ക് ഈ ചരിത്രങ്ങൾ ദീനിനു വേണ്ടി നീക്കി വെക്കുക. ദീനിനു വേണ്ടി നീക്കി വെക്കുക പറഞ്ഞാൽ 2 കാര്യം നമുക്ക് ചെയ്യാം. ഒന്ന്, നമ്മൾ ദീന് പഠിക്കുക. ദീന് പഠിക്കാൻ എന്തെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടെത്തി നമ്മൾ പഠിക്കണം. ആ പഠനമാണ് നമ്മുടെ ആരാധനകളെയും നമ്മൾക്ക് ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് ജീവിതത്തെ ക്രമീകരിക്കാനൊക്കെ അറിവ് വേണ്ടേ, അത് നമ്മൾ പഠിക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്കിൽ ഒരു നിശ്ചിത സമയം നമ്മൾ നീക്കി വെക്കണം. രണ്ടാമത്തത്, അല്ലാഹു വൽതകും മിൻകും ഉമ്മ, നമ്മളൊരു സമൂഹമാകണം. എങ്ങനത്തെ സമൂഹം? യദ്ഊന ഇല ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുക.
തിന്മ വിരോധിക്കുക. ഇത് നമ്മൾ സമൂഹത്തിലെ എല്ലാ അർത്ഥത്തിലും അധാർമികതകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, അന്ധവിശ്വാസങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, വർഗീയത വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, അനേകം അനർത്ഥങ്ങളും തിന്മകളും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാളിൽ അതിനെക്കുറിച്ച് പറയാനും പ്രതികരിക്കാനും കുറച്ച് സമയം നമ്മുടെ വാട്സപ്പിലും നമ്മുടെ ഫേസ്ബുക്കിലും നമ്മുടെ മീറ്റിങ്ങുകളിലും നമ്മുടെ നാട്ടിലുള്ള ചെറിയ കൂട്ടായ്മകളിലും ഒക്കെ നമ്മൾ പങ്കുചേരണം. നമ്മുടെ നാട്ടിലെ പള്ളി നടത്തുന്ന കാര്യത്തിലും അവിടുത്തെ സംഗതികൾ നടത്തുന്നിടത്തൊക്കെ നമ്മുടെ സാന്നിധ്യം വേണം, നമ്മളതിൽ ഇടപെടണം. അങ്ങനെ ജീവിതത്തിലൊരു സമയം നബിയും സഹാബത്തും എങ്ങനെ ജീവിച്ചു, അവർ ദീനിന് വേണ്ടി എന്ത് ചെയ്തു, അതാണല്ലോ സുഹൃത്തുക്കളെ നമുക്ക് ദീന് കിട്ടിയത്. അവർ നാടുകളിലേക്ക് യാത്ര ചെയ്തിട്ടില്ല. നമ്മുടെ പുതിയ തലമുറക്കും ദീന് കിട്ടാൻ നമ്മൾ ചിലത് ചെയ്തേ പറ്റൂ. അന്നിലക്ക് ദീനിനെ ഉൾക്കൊള്ളാനും ദീനിനെ പ്രചരിപ്പിക്കുവാനും ദീനിനെ പ്രതിനിധീകരിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നു പോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്ത് പാപ്പാക്കി തരണം റഹ്മാനെ. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പിതാവ് ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട്, ജനാസ പൂർത്തിയായിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യണമേ റഹ്മാനെ. രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലെല്ലാം ഉണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണമേ നാഥ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിൻ്റെ കാരുണ്യം കൊണ്ടും പാപമോചനം കൊണ്ടും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങൾ നിരന്തരമായി നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ നിറവേറ്റി തരണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി